ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു MP4 വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. കുറച്ച് സ്റ്റെപ്സാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സാണ്. സോ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും മോഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ബീറ്റ് അതിൽ വരുന്ന ബീറ്റ്സൊക്കെ മാർക്ക് ചെയ്യലാണ് തേർഡ് സ്റ്റെപ്പ്. ഇത് വളരെ അസെൻഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. കാരണം ബീറ്റ് മാർക്ക് ചെയ്താൽ നിങ്ങളുടെ വീഡിയോ ബീറ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോ ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വീഡിയോ ഒരു പെർഫെക്റ്റ് ആയിട്ട് കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട്. ഓക്കെ, സോ നിങ്ങൾ ബീറ്റ് മാർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർഫോൺ വേണ്ടി വരും. കാരണം ലൈറ്റ് മോഷനിൽ ബീറ്റ് മാർക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. അത് മാർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കുറച്ച് പാടാണ് അത് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ആ ഒരു ബീറ്റ് എങ്ങനെയും വരും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഫോർത്ത് സ്റ്റെപ്പ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു മാർക്ക് ചെയ്ത ബീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എത്ര ക്ലിപ്സ് നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളത്. സോ ആ ഒരു ക്ലിപ്സ് എത്ര വേണ്ടി, ഇപ്പോൾ ചിലപ്പോൾ 15-16 ക്ലിപ്സ് നിങ്ങൾക്ക് വേണ്ടി വരും. സോ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള ക്ലിപ്സ് നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ സോങ്സിൽ നിന്നും ട്രെയിലേഴ്സിൽ നിന്നും ടീസറിൽ നിന്നും മൂവിയിൽ നിന്നൊക്കെ നല്ല അടിപൊളി ക്ലിപ്സ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ ഒരു സംഭവം ഈ കട്ട് ചെയ്ത ക്ലിപ്സൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ സ്ലോ മോഷൻ ആപ്ലിക്കേഷൻ വെച്ചിട്ട് സ്ലോ മോഷൻ ചെയ്യണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യുക. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും സ്ലോ മോഷൻ ചെയ്യാറുണ്ട്. എല്ലാ ക്ലിപ്സും ഇപ്പോൾ 15 ക്ലിപ്സ് ആണെങ്കിൽ ആ 15 ക്ലിപ്സും ഞാൻ സ്ലോ മോഷൻ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് സ്ലോ മോഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്മൂത്ത് ആക്ഷൻ ക്യാം വെച്ചിട്ടാണ് ഞാൻ സ്ലോ മോഷൻ ചെയ്യാറ്. സ്മൂത്ത് ആക്ഷൻ ക്യാം വെച്ചിട്ട് സ്ലോ മോഷൻ ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, നോക്കുക. ആ ഒരു ട്യൂട്ടോറിയൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അടിപൊളിയാണ്, വേറെ ലെവലാണ്. നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട് വേറെ ഭംഗിയാണ് കാണാനായിട്ട്. ഓക്കെ, പിന്നെ ഇനി അങ്ങോട്ടുള്ള ട്രെൻഡും ഈ ഒരു സ്ലോ മോഷൻ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് കുറച്ച് കാലം ട്രെൻഡിങ്ങും ഉണ്ടാവുക. സോ നിങ്ങളെല്ലാവരും സ്ലോ മോഷൻ ചെയ്തിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സ്ലോ മോഷൻ ചെയ്ത ആ ഒരു വീഡിയോസൊക്കെ ലൈറ്റ് മോഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ബീറ്റിനനുസരിച്ചിട്ട് പ്ലേസ് ചെയ്യലാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഇത് കുറച്ചും കൂടിയും ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രാൻസിഷൻസ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ട്രാൻസിഷൻസ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ലോ ആൻഡ് ഡിവൈസ് യൂസേഴ്സൊക്കെ ആണെങ്കിൽ ട്രാൻസിഷൻസ് മാത്രം ആഡ് ചെയ്യുക. നിങ്ങൾ ആ ക്ലിപ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രാൻസിഷൻ മാത്രം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. അതിനുശേഷം എക്സ്പോർട്ടിംഗ് ആണ്. ഞാനിങ്ങനെ ചെയ്യാറ്, ആ ഒരു ട്രാൻസിഷൻസ് ആഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഞാൻ എക്സ്പോർട്ട് ചെയ്യും. എങ്ങനെ എക്സ്പോർട്ട് ചെയ്യലെന്ന് വെച്ചാൽ 1080p 60 FPS ഫുൾ ബിറ്റ് റേറ്റിലാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യാറ്. കാരണം അത് ഫസ്റ്റ് വീഡിയോ ആണ്, അത് എന്തായാലും അതൊന്നും കൂടി നമ്മൾ റീ എഡിറ്റ് ചെയ്യണം. കാരണം CC അപ്ലൈ ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് 1080p വീഡിയോയിൽ 60 FPS ഫുൾ ബിറ്റ് റേറ്റിലിട്ട് എക്സ്പോർട്ട് ചെയ്യും. ഇത് അത്ര ടൈമൊന്നും എടുക്കില്ല, കാരണം ട്രാൻസിഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു CC കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. MP4 എഡിറ്റ്സിലൊക്കെ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക HDR ഷാർപ്പൻ CC 2.0 ആണ്. അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, ചെക്ക് ഔട്ട് ചെയ്യുക. പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് HDR ഷാർപ്പൻ CC 3.0 ആണ്. അതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരാഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. വേറെ ലെവൽ CC ആണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രിവ്യൂ ഞാൻ കാണിച്ചു തരാം. ആ CCൻ്റെ പ്രിവ്യൂ നിങ്ങൾ സിക്സ്ത് സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. CC അപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു വാട്ടർമാർക്കും വെക്കുക. എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. ഈ ഒരു CC അപ്ലൈ ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 1080p തന്നെ എക്സ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 720p എക്സ്പോർട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ മെയിൻലി 720p എക്സ്പോർട്ട് ചെയ്യാറ്. 720p 60 FPS ഫുൾ ബിറ്റ് റേറ്റിലാണ് എക്സ്പോർട്ട് ചെയ്യാറ്. ബിറ്റ് റേറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ വേറെ ലെവലാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട് വേറെ ലെവലായിരിക്കും. ബിറ്റ് റേറ്റ് നിങ്ങൾ ഫുള്ളായിട്ട് ഇടുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി അധികം ഡിഗ്രീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറേ പേർക്ക് വരുന്ന കാര്യമാണ് ഈ ക്വാളിറ്റി ഡിഗ്രീസ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ ക്രിയേറ്റർ സ്റ്റുഡിയോ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്താൽ ക്വാളിറ്റി ഡിഗ്രീസ് ചെയ്യില്ല. ക്രിയേറ്റർ സ്റ്റുഡിയോ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ട്യൂട്ടോറിയൽ നോക്കുക. ഞാനിപ്പോൾ അതെന്തായാലും ക്രിയേറ്റർ സ്റ്റുഡിയോ എന്തായാലും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാത്തത്. ഞാൻ മെയിൻലി നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് അപ്ലോഡ് ചെയ്യലാണ്. കാരണം അപ്ലോഡ് ചെയ്താൽ കുറച്ച് ക്വാളിറ്റി നമുക്ക് ഡിഗ്രീസ് ആവത്തുള്ളൂ. കാരണം ആ ഒരു ബിറ്റ് റേറ്റ് നിങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ച് ക്വാളിറ്റി മാത്രമേ ഡിഗ്രീസ് ആവത്തുള്ളൂ. അതാണ് ബിറ്റ് റേറ്റിൻ്റെ പവർ. അതുകൊണ്ടാണ് ഞാൻ ബിറ്റ് റേറ്റ് കൂടുതലായിട്ട് ഇട്ട് കൊടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഒരു പ്രോ ആയിട്ട് ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. MP4 എഡിറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ
വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.